ഹായ് ഓൾ. ഇന്ന് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ബ്രെഡുണ്ട്, തക്കാളിയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. അത്ര തന്നെ 2 കിടിലൻ ഐറ്റംസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, പൊട്ടറ്റോ സാൻഡ്വിച്ചും ടൊമാറ്റോ സൂപ്പും. ആദ്യം നമുക്ക് ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഇന്നൊരു 5 മീഡിയം ടു ലാർജ് സൈസ് തക്കാളിയും 2 ക്യാരറ്റും 3 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കുക്കറിലിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ സൂപ്പറായിട്ട് വേവിച്ചെടുത്തു. ഇത് ആറിയതിന് ശേഷം ഒരു മിക്സറിലേക്ക് മാറ്റിയിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു കടായി എടുത്ത് അതിലേക്ക് ഏകദേശം 1 സ്പൂണോളം ബട്ടറിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതും ചേർത്തിട്ട് ടൊമാറ്റോ സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിയിൽ ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുക. അത് ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് ഒരു 1-1.5 സ്പൂണോളം കുരുമുളക് പൊടിയും 1/2 സ്പൂണോളം പഞ്ചസാരയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ്. ഇത്രയേ ഉള്ളൂ. ടൊമാറ്റോ സൂപ്പ് റെഡിയായി കഴിഞ്ഞു. ബ്രെഡ് ക്രംസും കൂടെ റെഡിയാക്കുക. അത് സൈഡ് ബൈ സൈഡായിട്ട് ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നു. ഒരു 10 മിനിറ്റ് നേരത്തെ സമയം നമുക്ക് എടുക്കുകയുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. ഇനി പൊട്ടറ്റോ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിലേക്ക് ഒരു കടായി എടുത്ത് അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ജീരകവും കടുകും ചേർത്ത് കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി, പച്ചമുളക്, ഒരു വലിയ സൈസ് ഉള്ളി, ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഓപ്ഷണലാണ്, ഞാൻ ഇന്നിവിടെ ഒരു ക്യാപ്സിക്കം, ഒരു 1/2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളും ചേർത്ത് ഒരു 4 ഉരുളക്കിഴങ്ങ് ഞാൻ വെന്ത് വെച്ചിരുന്നു, അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ അതും റെഡിയായി കഴിഞ്ഞു. സ്റ്റഫിങ്ങും റെഡിയായി കഴിഞ്ഞു. വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് ശേഷം ഇനി ബ്രെഡ് എടുത്ത് അതിലേക്ക് ഞാൻ ഇന്ന് സോസ് ടൊമാറ്റോ കെച്ചപ്പും റെഡ് ചില്ലി സോസും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു സ്ലൈസ് ബ്രെഡിൽ ഈ സോസും അതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ്ങും ചേർത്തിട്ട് മറ്റൊരു ബ്രെഡ് സ്ലൈസായിട്ട് അത് കവർ ചെയ്യാം. അതിലേക്ക് ബട്ടറോ ഗീയോ ചേർത്ത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം. കഴിഞ്ഞ പരിപാടി ഇത്രയേ ഉള്ളൂ. ബ്രെഡ് സാൻഡ്വിച്ചും റെഡിയായി. ഈ പൊട്ടറ്റോ സാൻഡ്വിച്ച് ലഞ്ച് ബോക്സിലേക്കും നല്ലൊരു ഐഡിയ ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ 2 സംഗതിയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണേ. താങ്ക്